ഇന്ത്യയിൽ ആദ്യത്തെ സമഗ്ര നഗരവികസന നയം രൂപീകരിക്കുന്ന സംസ്ഥാനമാകാൻ കേരളം. നവകേരള നഗര നയം തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക കമ്മീഷന് രൂപം നൽകി. ഇന്നു ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് കമ്മീഷനെ നിയോഗിച്ചത്. നവകേരള നിർമ്മിതിയിലെ സുപ്രധാന ചുവടുവയ്പായിരിക്കും ഈ നീക്കമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ബജറ്റിൽ സർക്കാർ നഗരനയം രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. കേരളത്തിന്റെ നഗരവൽക്കരണത്തിന്റെ വിവിധ വശങ്ങൾ മനസ്സിലാക്കുന്നതിനും ഭാവിയിലേക്കുള്ള സാധ്യതകളും വെല്ലുവിളികളും വിലയിരുത്തുന്നതിനുമായാണ് നഗരനയ കമ്മീഷൻ രൂപീകരിക്കാൻ ഇന്നു ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. നവകേരള നിർമ്മിതിയിലെ സുപ്രധാന ചുവടുവയ്പായിരിക്കും ഈ നീക്കമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നഗരനയം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ കേരളത്തിന്റെ തന്നെ വികസനത്തിന്റെ ആധാരശിലയാവും. കാരണം കേരളം ആകെ ഒരു നഗരമാവുമ്പോൾ പിന്നെ നഗരാസൂത്രണവും നഗരവികസനവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു നഗര നയം രൂപീകരിക്കണം എന്നും അതിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വിദഗ്ധരായിട്ടുള്ള ആളുകളടങ്ങുന്ന ഒരു കമ്മീഷൻ രൂപീകരിക്കണം എന്നും തീരുമാനിച്ചിട്ടുള്ളത്. യുകെയിലെ ബെൽഫാസ്റ്റ് കിങ്സ് യൂണിവേഴ്സിറ്റിയിൽ സീനിയർ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ എം സതീഷ് കുമാറാണ് കമ്മീഷന്റെ അധ്യക്ഷൻ. കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാറും അഹമ്മദാബാദ് സെപ്റ്റ് മുൻ അധ്യാപകനും നഗരാസൂത്രണ വിദഗ്ധനുമായ ഡോക്ടർ ഇ നാരായണനും കോ ചെയർമാൻമാരാണ്. LSGD പ്രിൻസിപ്പൽ സെക്രട്ടറി കമ്മീഷന്റെ മെമ്പർ സെക്രട്ടറി ആയിരിക്കും. കൂടാതെ സംസ്ഥാന, ദേശീയ, അന്തർദേശീയ തലത്തിൽ പ്രവർത്തന പരിചയമുള്ള 10 വിദഗ്ധ അംഗങ്ങളും കമ്മീഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കിലയിലെ നഗരപഠന കേന്ദ്രം കമ്മീഷന്റെ സെക്രട്ടേറിയറ്റായി പ്രവർത്തിക്കും. അമൃത ന്യൂസ്, കൊല്ലം.